ആദ്യമായിട്ട് ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെയൊക്കെ പറയുന്നത്. അയ്യോ ഇവനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രപ്പോസ് ചെയ്യോ സെറ്റാവോ അല്ലെങ്കിൽ അടി കിട്ടുമോ നമുക്ക് കണ്ടറിയാം. അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പുഷ്പടിച്ച എന്ത് മന്തി മേടിക്കണ്ട. ഇപ്പോഴത്തെ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മന്തി മേടിക്കണ്ട. നിന്നെ കൊണ്ടല്ല അടിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് ചലഞ്ച് ചെയ്യും? ഇന്ന് നമ്മൾ നോർമൽ വീഡിയോ അല്ല, ഇന്ന് നമ്മൾ ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിലെ ചസ്ട്രീറ്റിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ച് നമ്മളൊരു ചലഞ്ചിനെ പോവാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഷാനുണ്ട്, സാലിമുണ്ട്, പ്രവിത്തുണ്ട്. ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഇവിടെ കിടന്ന് ഉഷപ്പടിക്കണം. ബാക്കി ഷാൻ പറയും. ഉഷപ്പടിച്ചാണ് പ്രവിത്താണ് മന്തി. ഉഷപ്പടിച്ച് കഴിഞ്ഞാൽ പ്രവിത്തിന്റെ വക മന്തി. അത് നെഹദി പോയി മന്തി. നമ്മളിപ്പോ ഇതിനെ കറക്റ്റ് കണ്ട ഷോമാളിന്റെ അവിടെ ഇത്രയും തിരക്കുണ്ട്. ഇതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ അടിക്കാൻ പോകുന്നത്. അടിക്കുവേ ഇപ്പൊ സാലിം അടിക്കുന്ന പറയുന്നത് ആ പവറാണ് സാലിന്റെ. ഷാനെ മന്തി 10 അടിച്ചു. ക്യാമറ സ്നാപ്പ് ഒന്നും ഇല്ല. മന്തി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. മന്തി എപ്പോഴാ വാ. ഇനി അടുത്തതിന്റെ പറഞ്ഞിട്ടത് മന്തി കഴിക്കുന്നതും ബാക്കി പ്രവൃത്തിയും നമ്മൾ കൊടുക്കുന്നതും അല്ലേ? നെഹദിയാണ് മന്തി. ഇനി വേറെ വല്ല ചലഞ്ച് വെക്കുന്ന വേറെ എന്തെങ്കിലും ചലഞ്ച്? പ്രപ്പോസ് ചെയ്യണം. നീ മന്തി മേടിക്കണ്ട. ഇപ്പോഴത്തെ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മന്തി മേടിക്കണ്ട. പ്രപ്പോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രപ്പോസ് ചെയ്തതാണ്. ഈ മന്തി അത് മന്തി നമുക്ക് വേറെ ഡീൽ ചെയ്യാം. ഇല്ല മന്തി വേറെ ഡീൽ ചെയ്യാം. ആട്ടെ പ്രവൃത്തി മേടിച്ചിടേണ്ട ആവശ്യമില്ല. മന്തി പ്രവൃത്തി ഏതോ കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാനോ കാര്യങ്ങൾ ഇൻസെർട്ട് ഒക്കെ ചെയ്ത് ഇതിലെ കൂടെ പോണതാ. ഈ സ്ട്രീറ്റിന്റെ കൂടെ പോകുന്ന ആരെങ്കിലും വിളിച്ചാലും പ്രപ്പോസ് ചെയ്യാം. അത് ആരെ ആയിക്കോട്ടെ. അല്ല നീ വേറെ ഇതൊന്നും പറയാനല്ല പോന്നെ. ബലവാട്ടൊന്നുമല്ല. ചെന്ന് വിൻഡോ ആണെങ്കിൽ കാര്യം പറയാം. നീ ഒന്നല്ല മുസ്ലിം അല്ലടാ. മുസ്ലിം അല്ല, ഇതൊക്കെ ഹറാമല്ലേ? പ്രവീത്ത് പറയാൻ പറഞ്ഞത് ബ്ലോഗ് കാണാൻ ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഷോമല്ല സെന്ററിൽ നിന്ന് നമ്മൾ നോക്കുന്നേ. ഇവിടെ എല്ലാരും പറ്റിയിട്ടില്ല. ചർച്ച് സ്ട്രീറ്റ് വന്നിട്ട് ഇതുമായിട്ട് പ്രവീത്തിന് പറ്റിയ നല്ല പെമ്പിളർ വന്നിട്ടില്ല. ഒരു പെണ്ണെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പെണ്ണെ കണ്ടു കഴിഞ്ഞാൽ പോയി പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിട്ടു കൊടുത്തു. ഇപ്പൊ അവന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണായിക്കട്ടെ. മലയാളി കാര്യം സുലൈ മാലിക് കൈ ചെയ്യടാ. നമ്മുടെ സെന്ററിൽ നോക്കുക. നമ്മുടെ എല്ലാരും നോക്കുന്നുണ്ട്. ഈ 4 സൈഡിൽ നിന്നുള്ളവർ നമ്മളെ കാരണം സെന്ററിൽ നിൽക്കുക. പോടാ പോയി ചെയ്യടാ. നല്ല തിരക്കുണ്ട്. അവിടെ പോയി നോക്കാം. അവിടെ നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് പോവാ. തിരക്ക് അങ്ങോട്ട് നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് പോകണ്ട. അവിടെ ആരെങ്കിലും നോക്കാം. സാലിം എന്ത് പറയാനുള്ളത്? ഇതൊന്നും പറയല്ല. നമ്മള് ചക്കര് പ്രപ്പോസ് ചെയ്യോ സെറ്റാവോ അല്ലെങ്കിൽ അടി കിട്ടുമോ നമുക്ക് കണ്ടറിയാം. എന്ത് നടക്കുമെന്ന് ഇപ്പൊ അവൻ പറയുന്നത്. അങ്ങോട്ട് ചെന്ന് പറയാൻ വേണ്ടി വേറെ ഭാഷക്കാരാകുമ്പോൾ ഒരു തിരിച്ചെന്ന് പറയുന്നതൊക്കെയാണ് സംശയവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പോകുന്നുണ്ട്. നീ അടി മേടിച്ച് തരുക. എടാ പോടാ. കണ്ടിട്ടുണ്ടോ അവിടെ ഇരിക്കുന്ന പള്ളി? ഞാൻ അവിടെ ഒരു മലയാളിയുടെ കടയാണെന്ന് ചോദിച്ചാൽ ആ പെണ്ണ് പറയാം അവിടെ ഒരു പെണ്ണ്. പക്ഷെ പോടാ അതല്ല. ആ ഇതന്നെ
ഏത് നിൽക്കുന്നത്? ഏതാ ബാക്കല്ല, അതുകൊണ്ട് അമ്മാരുണ്ട്. ഓ ഇരിക്കുന്നു പോടാ. കട്ടൊന്നുമില്ല. ഭയങ്കര മോശം. ഇത് ഭയങ്കര മോശമാണ്. ആ ചെറുക്കൻ ഇതാണ്ട് സാലിമിനോട് ചലഞ്ചാണ്. സാലിം അപ്പം തന്നെ വിഷപ്പടിച്ച് കാര്യങ്ങൾ എടുത്താണ്ട് മോട്ടറാക്കുന്നുണ്ട്. ഷാനെ കൊണ്ട് എത്രത്തോളം മോട്ടറാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ അറിയാം. നോക്ക് ആളെ പറഞ്ഞു കൊടുക്കുക. ടൈം തരും. എന്നിട്ട് പരമ്പര എടുത്ത് പ്രപ്പോസ് ചെയ്യും. ആ ശരി, ഇത് ചെറിയൊരു കട്ട് കേട്ടോ. നിങ്ങൾ ആളെ തപ്പി കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി അതിലോട്ട് പോവാം. പ്രൈവത്തിന് ഇതില്ല. അവര് മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുക. ചെല്ലി പവറുള്ള ആരുള്ള പുറത്തിറങ്ങി ഇത്ര ആൾക്കാരെയാണ്. ഇപ്പൊ ആരുമില്ല. വേണമെങ്കിൽ പോയി എടുത്ത് ചെല്ലി ചെല്ലി. അത് ഫോർമൽ ലുക്കിൽ ആരാ നമ്മളിവിടെ വന്നേ? അയ്യോ ഞങ്ങൾ ജസ്റ്റ് കൂടെ ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്തത്. പോയി മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ. അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസ്. അപ്പൊ അങ്ങനെ മന്തി പോലെ പ്രവൃത്തി രക്ഷപ്പെട്ടിരിക്കുകയാണ് കേസ്. ഫ്ലാഷ് ബാക്ക്. ചോദിക്കാം വീഡിയോ ഇട്ടേ. ചുമ്മാ പ്രൊഫഷണലായിരിക്കാൻ പറ്റത്തില്ല. ഫൈനലി നമ്മുടെ ബ്ലോഗ് പ്രവൃത്തി കൊണ്ടുപോയി. അതുകൊണ്ടൊരു പെണ്ണിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അതിന് മുമ്പുള്ള 10 എണ്ണോ ആംഗ്യ ഭാഷയിലാ പറഞ്ഞത്. അടി കിട്ടുകയാണെങ്കിൽ അല്ലല്ല, അത് ഓടി ചെന്ന പെണ്ണും കൂടെ പേടിച്ചു. അവളെ പേടിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയത്. ഇല്ല, ആ കൊച്ച് വീഡിയോ ഇടാൻ വേണ്ടി പെർമിഷൻ തന്നു. കാരണം വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു പ്രാങ്ക് ആയിരുന്നു. അല്ല, ശരിക്കും അവർക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. ഇനി പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെ പോലെ ചെയ്താലും പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അവരോട് എന്ന് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, അത് ഇട്ടോന്നുള്ള രീതി അവർ പറഞ്ഞ്. ഈ വീഡിയോ അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആവുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അടുത്ത വീഡിയോക്ക് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് ചലഞ്ച് ചെയ്യും? ചസ്ട്രീറ്റ് നമ്മൾ പറയുന്നത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്നു. ചസ്ട്രീറ്റ് നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യുന്ന പറയുന്നത്. ചസ്ട്രീനെ നടക്കിയെന്ന് വൈറ്റത്തടിച്ച് പാട്ട് പാടണമെങ്കിൽ അത് അവർ പാടും. അല്ല, നമ്മുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് ഈ മന്തിക്കകത്ത് കലാശമായി. പക്ഷെ അവനല്ല മേടിച്ചത്. അവൻ മറ്റേ ടാസ്ക് ചെയ്തോണ്ട് അവൻ തേച്ച്. അതുകൊണ്ട് അവനല്ല. ചോറ് കൊടുക്കാന്ന് കഴിച്ച് എന്താ അപ്പം ഇനി അടുത്ത ചലഞ്ച് നമുക്ക് വരാം. ഇതുപോലെ അത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് മന്തിയോ. അത് എരിവാ. അപ്പം ബൈ, കാണാം.